കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നേരിട്ട് പങ്കുള്ള ഒരാളെ കൊടുവള്ളി പോലീസ് പിടികൂടി. യുവാവിനെ തട്ടിക്കൊണ്ടുപോകാനായി ബൈക്കിലെത്തിയ രണ്ടുപേരിൽ ഒരാളായ കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് നിയാസിനെയാണ് പിടികൂടിയത്. കർണാടകയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന വഴി കൽപ്പറ്റയിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. കൊടുവള്ളിയിൽ നിന്നും അന്നൂസ് റോഷൻ എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 3 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇവർക്ക് തട്ടിക്കൊണ്ടുപോകലിൽ നേരിട്ട് പങ്കില്ലായിരുന്നു. ഇപ്പോൾ പിടിയിലായ മുഹമ്മദ് നിയാസ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളാണെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവ ദിവസം അന്നൂസ് റോഷന്റെ വീട്ടിൽ ബൈക്കിലെത്തിയ ആളാണ് നിയാസ്. പ്രതി കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് പിടിയിലായത്. ഇയാളുടെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊടുവള്ളി കിഴക്കോത്ത് റഷീദിന്റെ മകൻ അന്നൂസ് റോഷനെ മെയ് 17-നാണ് ആയുധങ്ങളുമായി കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ അന്വേഷിച്ച് പോലീസ് മലപ്പുറം, വയനാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ ഇവർ കർണാടകയിലേക്ക് കടന്നുകളഞ്ഞു. പോലീസിന്റെ പിടിയിലാകുമെന്ന് മനസ്സിലായതോടെയാണ് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ സംഘം ടാക്സിയിൽ മലപ്പുറം കൊണ്ടോട്ടിയിൽ തിരികെ എത്തിച്ചത്. സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. മീഡിയ 1 കോഴിക്കോട്.